ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിൽ 89-ാം സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. ശ്രീ ഭരതനും ഗുഹനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭരതൻ സൈന്യങ്ങളോട് എല്ലാവരോടും കൂടി ഗംഗാതീരത്തിലെത്തി. ഗുഹനുമായി സംഗമം. ശ്രീരാമനും ഈ വഴി തന്നെയാണ് പോയത്. അതുപോലെ തന്നെ ഭരതനും അവിടെ എത്തിച്ചേർന്നു. ഗുഹനും ഭരതനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് നടക്കുന്നത്. വേണ്ട പോലെ ഉണ്ടായ കഥകളെല്ലാം ഗുഹൻ ഭരതനെ പറഞ്ഞു കേൾപ്പിച്ചു. തമ്മിൽ കണ്ടുമുട്ടിയതും വേണ്ട പോലെ സ്വീകരിച്ചതും ശ്രീരാമൻ അതെല്ലാം മടക്കി കൊടുത്തതും രാത്രി പാനീയം മാത്രം ഭക്ഷിച്ചുകൊണ്ട് ലക്ഷ്മണൻ കൊണ്ടുവന്ന വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അവർ 3 പേരും ഉപവസിച്ചു കിടന്നും സന്ധ്യാവന്ദനാദികളെല്ലാം ചെയ്ത് ഒരു ഓടവൃക്ഷ ചുവട്ടിൽ അവർ പുൽമെത്തയിലാണ് ശ്രീരാമനും സീതയും കൂടി കിടന്നുറങ്ങിയെന്ന കഥയൊക്കെ പറഞ്ഞു കൊടുത്തു ആ ഭരതന് ഗുഹൻ. ലക്ഷ്മണനാണ് ആ മെത്ത ഒരുക്കി കൊടുത്തത്. ലക്ഷ്മണനും ഗുഹനും കാവൽ നിന്നു ശ്രീരാമനും സീതയ്ക്കും. ആ ഗുഹനും കൂടെ നിന്നു അവരുടെ കൂട്ടരോടൊത്ത് എന്നുള്ള കഥയൊക്കെ ഗുഹൻ ഭരതനെ അറിയിച്ചു. ഭരതൻ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു. മന്ത്രിമാരോടൊത്ത് ആ ഓടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ആ ശ്രീരാമൻ്റെ പുൽമത്തിയെ കണ്ടു. കിടന്നുറങ്ങിയിട്ടുള്ള സ്ഥലം, സീതയും ശ്രീരാമനും കിടന്നുറങ്ങിയ സ്ഥലം കണ്ടു. ഭരതന് വളരെ വിഷമമായി, ദുഃഖമായി. കഷ്ടം, ഞാൻ മൂലമാണല്ലോ സഭാര്യനായ രാമൻ അനാഥനെ പോലെ ഇങ്ങനെ മണ്ണിൽ കിടക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഈ കാട്ടിലിങ്ങനെ പുല്ലിമെത്തയിലിങ്ങനെ കിടക്കേണ്ടി വന്നത് താൻ കാരണമാണല്ലോ. സുഖമായും ആ കൊട്ടാരത്തിലെ പട്ടുമത്തയിൽ കിടന്നുറങ്ങേണ്ട ആ ദേവി ഇങ്ങനെ കഷ്ടപ്പെട്ട്, സീതയും ഇങ്ങനെ അനാഥയെ പോലെ കിടക്കേണ്ടി വന്നില്ലേ എന്നെല്ലാം ഓർത്ത് ദുഃഖിച്ചു. കഷ്ടം എന്നത് സ്വയം നിന്ദിക്കുകയാണ് ഭരതൻ. ലക്ഷ്മണൻ തന്നെയാണ് ധന്യൻ. ആപൽഘട്ടത്തിൽ ആ ജ്യേഷ്ഠനെ അനുവർത്തിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയതവനല്ലേ. ലക്ഷ്മണൻ ധന്യൻ തന്നെയാണ്. ഭർത്താവിനോടൊത്തുകൂടി കാട്ടിലേക്ക് പോയ സീതയും കൃതാർത്ഥയാണ്. ആ മഹാത്മാവിനോട് വേർപിരിഞ്ഞ നാം എല്ലാം സംശയാലുക്കളുമായി. നമ്മൾക്കാണ് കുറവ്, അവരെല്ലാവരും കൃതാർത്ഥരാണ്. അച്ഛനാണെങ്കിൽ സ്വർഗം പൂകി, ജ്യേഷ്ഠൻ വനത്തിലും പോയി. അമരക്കാരനില്ലാത്ത തോണി പോലെയായി ഇപ്പോൾ ഈ ഭൂമി. ആരുമില്ലാത്തതുപോലെ ഭൂമി അനാഥയായി തീർന്ന പോലെ തോന്നുന്നു ഭരതന്. ഞാനും ഇന്നു മുതൽ മരത്തോലും ജടയും ധരിച്ച് എന്നും കായികനികൾ കഴിച്ച് മണ്ണിലോ പുല്ലിലോ കിടക്കും. ആ ശ്രീരാമനാണ് രാജ്യം ഭരിക്കേണ്ടത്, ഞാനല്ല. ആ ശ്രീരാമനെ പോലെ തന്നെ ഞാനും വനവാസം അനുഷ്ഠിക്കും. ബാക്കി കാലം വനത്തിൽ ഞാൻ കഴിയും. ജ്യേഷ്ഠൻ നാട് വാഴണം എന്നെല്ലാം ഭരതൻ പറയാണ്. സാധിപ്പിച്ചു തരുമോ ദേവന്മാരെല്ലാം എൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചു തരൂ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്രജൻ നാട് വാഴണം,
ഞാൻ കാട്ടിലും പോകാം. ഇങ്ങനെ ഓരോരോ മനോരഥങ്ങൾ ആ ഗുഹനുമായി പങ്കുവയ്ക്കുന്നു. ബ്രാഹ്മണന്മാർ ആ ശ്രീരാമനെ അയോധ്യയിൽ അഭിഷേകം ചെയ്യണം. ദേവന്മാർ എൻ്റെ ഈ ആഗ്രഹം നടത്തിത്തരുമോ? ഞാൻ പലമട്ടിൽ പറഞ്ഞും അപേക്ഷിച്ചും കുമ്പിട്ടും പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം സ്വീകരിക്കാതിരുന്നാൽ ഞാനും രാമനോടൊത്ത് വനത്തിൽ കാട്ടിൽ തന്നെ വസിക്കും. അദ്ദേഹം എന്നെ ഉപേക്ഷിക്കാൻ ഇടയില്ല എന്നെല്ലാം ഭരതൻ ഗുഹനോട് പങ്കുവയ്ക്കുകയാണ്. 89-ാം സർഗത്തിൽ വിശ്വരാത്രിം തു തത്രൈവ ഗംഗാകൂലേ സ രാഘവ കാല്യമുത്ഥായ ശത്രുഘ്നമിദം വചനമബ്രവീത്. ആ രാത്രി ഗംഗാതീരത്ത് തന്നെയാണ് അവർ കഴിച്ചു കൂട്ടിയത്. ആ ഗംഗാതീരത്ത് തന്നെ രാത്രിയിൽ ശ്രീരാമൻ കിടന്നുറങ്ങി. കാലത്ത് എഴുന്നേറ്റ് ശത്രുഘ്നെ വിളിച്ചു പറയുകയാണ്, ശത്രുഘ്ന എഴുന്നേൽക്കൂ, എന്താണ് ഇങ്ങനെ കിടന്നുറങ്ങണത്? ദാശരാജാവായ ഗുഹനെ വേഗം വിളിച്ചുണർത്തു, തോണി കൊണ്ടുവരാൻ പറയാം, നമുക്ക് അക്കരെ കടുക്കണ്ടേ, ഗംഗ കടത്തിത്തരാൻ ഗുഹനോട് പറയണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ജ്യേഷ്ഠൻ, ആ ഗുഹൻ അവിടെ എത്തിച്ചേരുകയാണ്. ജ്യേഷ്ഠൻ ശത്രുഘ്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജ്യേഷ്ഠനെ നനച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാതെ കിടക്കുകയാണ് എന്ന് സൂതരനായ ശത്രുഘ്നും ആ ഭരതനോട് പറഞ്ഞു. ആ സമയത്താണ് ഗുഹൻ അവിടെ എത്തിച്ചേർന്നു. ഗുഹൻ അവിടെ എത്തിച്ചേർന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, കാകുൽസ്ഥ, ആറ്റിൻകരയിൽ സുഖമായി രാത്രി കഴിഞ്ഞില്ലേ? അങ്ങയ്ക്കും സൈന്യത്തിനും പോരായ്മയൊന്നും ഉണ്ടായില്ലല്ലോ, സുഖമായിട്ട് രാത്രി കഴിഞ്ഞില്ലേ, നിങ്ങൾക്ക് ആർക്കും വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ആതിഥേയനായ ഗുഹൻ അന്വേഷിച്ചു. ശ്രീരാമനോട് കുശലപ്രശ്നം ചെയ്തു. ഗുഹസ്യ തത്വവചനം ശ്രുത്വാ സ്നേഹാദുദീരിതം രാമസ്യാനുവശോ വാക്യം ഭരതോപീതമബ്രവീൽ. ഗുഹന്റെ സ്നേഹപൂർണമായ ചോദ്യം കേട്ട് രാമവശാനുഗനായ ആ ഭരതൻ ഇങ്ങനെ പറഞ്ഞു, സുഖാന ശർവരീ ഭീമൻ പൂജിതാശ്ചാപിതേ വയം ഗംഗാം തൂ നൗഭിർബഹ്വീഭിർദാശാസന്താരയന്തുന. ഹേ ധീമൻ, ഞങ്ങൾക്കു രാത്രി സുഖമായിരുന്നു. അങ്ങു ഞങ്ങളെ യഥാവിധി പൂജിച്ചു സൽക്കരിച്ചു. ദാസന്മാർ ഞങ്ങളെ പല തോണികളിലായി ഇനി ഈ ഗംഗ കടത്തി തരട്ടെ. അങ്ങയുടെ സഹായം കൊണ്ട് ഞങ്ങൾ സുഖമായി രാത്രി കഴിച്ചുകൂട്ടി. ഇനി ഈ ദാസന്മാരെ പല തോണികളിലായി ഞങ്ങളെ അക്കരയ്ക്ക് എത്തിക്കട്ടെ എന്ന് ഗുഹനോട് പറഞ്ഞു ആ ഭരതൻ. തതോ ഗുഹ സംത്വരീത ശ്രുത്വാ ഭരതശാസനം പ്രവിശ്യ നഗരം തം നാദീജനമബ്രവീൽ. ഭരതന്റെ ആ നിയോഗം കേട്ട് ഗുഹൻ വെപ്രാളത്തോട് വെമ്പലോടുകൂടി നഗരത്തിൽ മടങ്ങിച്ചെന്ന് സ്വജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. ഗുഹന്റെ കൂട്ടുകാരോട് പറയാണ്, അവരെല്ലാവരും ദാസന്മാരാണ്, തോണി കടത്തുന്നവരാണ്. ഉത്തിഷ്ഠത പ്രബുദ്ധധ്വം ഭദ്രമസ്തു ഹി വസ്സദാ നാവ സമുപകർഷധ്വം താരയിഷ്യാമി വാഹിനിം. എല്ലാവരും എഴുന്നേൽക്കൻ, ഉണരുവിൻ, ഉണർന്ന് എണീക്കൂ, എല്ലാവരും വേഗം, നിങ്ങൾക്കെന്നും മംഗളമുണ്ടാകട്ടെ, തോണികൾ തയ്യാറാക്കുവിൻ, നമുക്ക് അവരെ അക്കരെ കടത്തി കൊടുക്കണം എന്ന് ആ ദാസന്മാരോട് ഗുഹൻ പറഞ്ഞു. രാജകൽപ്പന കേട്ട് അവർ വെമ്പലോടുകൂടി എഴുന്നേറ്റ് 500 തോണികൾ കൊണ്ടുവന്ന് നിർത്തി. അന്യാ സ്വസ്തിക വിജ്ഞേയാ മഹാഖണ്ഡാധരാധരാ ശോഭമാനാ പതാകിന്യോ യുക്തവാഹാസു സംഹത. കുടിക്കൂറകൾ കെട്ടി അറ്റത്ത് വൻ നാക്കുമണികൾ തൂക്കി നല്ല അമരക്കാരോടൊത്ത ഭംഗിയേറിയ ഉറപ്പുള്ള ഇണവഞ്ചികൾ വേറെയും അനേകം വന്നെത്തി. വേറെയും വിശേഷപ്പെട്ട തോണികളും വന്നെത്തി. തത സ്വസ്തിക വിജ്ഞേയാം പാണ്ഡുകമ്പള സംഹൃതാം സ നന്ദിഘോഷാം കല്യാണിം ഗുഹോ നാവമുപാഹരൽ. പിന്നീട് വെളുത്ത കമ്പിളി വിരിച്ചതും ആഹ്ലാദഘോഷമുയരുന്നതുമായ ഉത്തമമായ ഇണവഞ്ചിയെ ഗുഹൻ തന്നെ കൊണ്ടുവന്നു. ഭരതനും ശത്രുഘ്നും അമ്മമാരുമെല്ലാം അതിലാണ് കയറിപ്പോകുന്നത്. തമാരുരോഹ ഭരത ശത്രുഘ്നശ്ച മഹാബല കൗസല്യാജ സുമിത്രാജ യാശ്ചാന്യാരാജയോഷിത. ഭരതനും മഹാബലവാനായ ശത്രുഘ്നും സുമിത്രയും കൗസല്യയും മറ്റ് രാജപത്നിമാരും ആ വള്ളത്തിൽ കയറി.
പുരോഹിതശ്ച തൽപൂർവം ഗുരവോ ബ്രാഹ്മണശ്ചേ അനന്തരം രാജദാരാസ്തഥൈവ ശകടാപണ. അവർക്ക് മുമ്പേ തന്നെ ആചാര്യനും അന്തണന്മാരും ഗുരുക്കളും പിന്നെ രാജാങ്കനകളും പല വണ്ടികളും വാണിഭങ്ങളും എല്ലാം മുൻപുള്ള വള്ളങ്ങളിൽ കയറിയിട്ടുണ്ട്. മുമ്പേ അവർ യാത്രയായിട്ടുണ്ട്. ആവാസമാദീവയതാം തീർത്ഥം ചാപ്യവഗാഹതാം ഭാണ്ഡാനി ചാദദാനാനാം ഘോഷസ്തോ ദിവമസ്പൃശൽ. എന്താണ്? പടവീടുകൾ ചുടുമ്പോഴും കടവുകളിൽ ഇറങ്ങുമ്പോഴും സാമാനങ്ങൾ കയറ്റുമ്പോഴുമുള്ള കോലാഹലം ആകാശത്തിൽ അലയടിച്ചു. അവിടെ ഒരു വലിയ തിക്കും തിരക്കും ബഹളമായി തീർന്നു. വഞ്ചികളിൽ കടവുകളിൽ ഇറങ്ങുന്നു, വഞ്ചികളിൽ സാധനങ്ങൾ കയറ്റുന്നതും എല്ലാം ആൾക്കാർ കയറുന്നതിൻ്റെ ഒരു തിരക്കായിരുന്നു. അവിടെ ഒരു തിക്കും തിരക്കുമായ വഞ്ചിയിലെല്ലാവരും കയറുമ്പോൾ പതാകിന്യസ്തു താനാവസ്വയം ദാശൈരധിഷ്ഠിത വഹ്യന്തോ ജനമാരൂഢം തഥാ സംപേതുരാശുക. ദാസന്മാർ കയറിയ പായ കെട്ടിയ തോണികൾ കയറിയവരെ വഹിച്ചുകൊണ്ട് വേഗത്തിൽ ഓടിത്തുടങ്ങി. ആദ്യം തന്നെ മറ്റുള്ളവർ കയറിയവരെല്ലാം വഞ്ചി കയറ്റി ഓടിച്ചു കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ വീണ്ടും കയറ്റി കൊണ്ടുപോവുകയാണ്. അങ്ങനെ പല പ്രാവശ്യം കയറി പോകേണ്ടി വന്നിട്ടുണ്ട് വഞ്ചികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയും സൈന്യങ്ങളും ജനങ്ങളുമായിരുന്നു ആ വഞ്ചികളിൽ യാത്ര ചെയ്യുന്നത്. നാരീണമഭിപൂർണാസ്തോ കാശ്ചിത് വാചിനാം കാശ്ചിത് തത്ര വഹന്തി സ്മ യാനഗുഹ്യം മഹാധനം. ചിലത് സ്ത്രീകളാൽ നിറഞ്ഞിരുന്നു. സ്ത്രീകൾ കയറിയിരുന്നു പല വഞ്ചികളിലും. പിന്നെ കുറേ വള്ളങ്ങളിലായിട്ട് കുതിരകളാണ്. വലിയ വലിയ വിലയേറിയ വാഹനങ്ങളെയാണ് വഹിച്ചത് വേറെ കുറേ ചില തോണികളിൽ. എല്ലാം ആ തോണികളിലാണ് കയറ്റിക്കൊണ്ടുപോയത്. കുതിരകളും വാഹനങ്ങളും സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവരും തോണികളിൽ കയറ്റി അക്കരയ്ക്ക് എത്തിച്ചു ആ ദാസന്മാർ. താസ്തു ഗത്വാ പരം തീരം അവരോപ്യജതം ജനം നിവൃത്താകാണ്ഡചിത്രാണി ക്രിയന്തേ ദാശബന്ധുഭേ. ജനങ്ങളെ മറുകരയിൽ ഇറക്കി തിരിച്ചു പോരുമ്പോൾ ആ ദാസന്മാർ ജലത്തിൽ വഞ്ചികളാൽ പല ലീലകളും പ്രകടിപ്പിച്ചു. തമാശ പല കാര്യങ്ങളും അവതരിപ്പിച്ചു. അവർക്ക് വലിയ ഉത്സാഹമായിരുന്നു. പാപ്പാന്മാരുടെ പ്രേരണയാൽ പുഴ കടക്കുന്ന അമ്പാരി കെട്ടിയ ആനകൾ ചിറകുള്ള പർവ്വതങ്ങളെ പോലെ പ്രകാശിച്ചു. ചിലർ തോണികളിൽ കയറി, ചിലർ ചെങ്ങാടങ്ങളിൽ കടന്നു, മറ്റു ചിലർ കുംഭങ്ങളിലും ഘടങ്ങളിലും, ചിലർ കൈകൾ കൊണ്ട് നീന്തിയും മറുകര കടന്നു. കൈകൾ കൊണ്ട് തുഴഞ്ഞ് നീന്തി കയറിയവരുണ്ട്. ഘടങ്ങളിലെ പലതരത്തിലും ആ നാട്ടുകാരെല്ലാവരും ഗംഗാനദിക്ക് അക്കരയ്ക്കെത്തി. സാ പുണ്യാധുജിനീ ഗംഗാ ദാശൈ സന്ധാരിതാ സ്വയം മൈത്രേ മുഹൂർത്തേ പ്രിയയോ പ്രയാഗവനമുത്തമം. ആ ദാസന്മാരാൽ സ്വയം ഗംഗ കടത്തപ്പെട്ട പുണ്യസേന മൈത്ര മുഹൂർത്തത്തിൽ ഉത്തമമായ പ്രയാഗവനത്തിലേക്ക് പോയി. ആദിത്യ ദേവതയായുള്ള മുഹൂർത്തത്തിനാണ് പറയുന്നത് മൈത്രമുഹൂർത്തേ. മൈത്രമുഹൂർത്തേ പ്രിയയോ പ്രയാഗവനമുത്തമം. രാവിലെ തന്നെ അവർ പ്രയോഗവനത്തിലേക്ക് പുറപ്പെട്ടു. ആശ്വാസയിത്വാ ചമും മഹാത്മാ നിവേശയിത്വാ ച യഥോപജോഷം ദ്രഷ്ടും ഭരദ്വാജ ഋഷിപ്രവര്യം ഋത്വിക് സദസ്യൈ ഭരതപ്രദസ്തേ. മഹാത്മാവായ ഭരതൻ സൈന്യങ്ങൾക്ക് ആശ്വാസമരുളി അവരെ ആശ്വസിപ്പിച്ച് യഥാസുഖം നിവേശിപ്പിച്ച് മന്ത്രി പുരോഹിതന്മാരോടൊത്ത് ഋഷിശ്രേഷ്ഠനായ ഭരദ്വാജ മുനിയെ കാണാനായിട്ട് പുറപ്പെട്ടു. ഭരദ്വാജ ആശ്രമത്തിലേക്ക് പോകാണ്. സൈന്യങ്ങളേക്ക് അവിടെ ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് മന്ത്രിമാരോടും പുരോഹിതന്മാരോടും കൂടി ഭരതൻ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. സബ്രാഹ്മണസ്യാശ്രമഭ്യുപേത്യ
महात्मनो देवपुरोहितस्य ददर्श रम्योडजवृक्षदेशं महद्वनं विप्रवरस्य रम्यं स ब्राह्मणस्याश्रममभ्युपेत्य ददर्श रम्यो महात्मनो देवपुरोहितस्य ददर्श രമ്യോടജവൃക്ഷദേശം മഹദ്വനം വിപ്രവരസ്യ രമ്യം. അദ്ദേഹം മഹാത്മാവും ദേവപുരോഹിതനുമായ വിപ്രൻ്റെ, അതായത് ഭരദ്വാജ മഹർഷിയുടെ രമ്യമായ ആശ്രമഭൂമിയിൽ ചെന്ന് മനോജ്ഞമായ വൃക്ഷങ്ങൾ നിറഞ്ഞ ആ ദ്വിജേന്ദ്രൻ്റെ മഹാവനത്തെ ദർശിച്ചു. ഇതുവരെയാണ് ഈ സർഗത്തിൽ പറയുന്നത്. ഇനി ഭരദ്വാജ മഹർഷിയുമായിട്ടുള്ള സംഗമമൊക്കെ അടുത്ത സർഗത്തിലാണ് പറയുന്നത്. ഭരദ്വാജാശ്രമത്തിൽ ചെന്നിട്ട് ശ്രീരാമചന്ദ്രനെ പോലെ ആദ്യം അവർ കടന്നുപോയതും ഇങ്ങനെ തന്നെ, അതുപോലെ തന്നെ ഇവിടെ ഭരതനും കൂട്ടരുമെല്ലാം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നു. ആ മഹർഷി അവരെല്ലാം സ്വീകരിക്കുന്നു. അവരെല്ലാവരും ആ മഹർഷിയുടെ സൽക്കാരങ്ങളെല്ലാം അനുഭവിച്ച് പിറ്റേ ദിവസം തന്നെയാണ് അവരും ശ്രീരാമനെ കാണാനായിട്ട് യാത്ര പോകുന്നത് ചിത്രകൂടത്തിലേക്ക്. ആ കഥകളൊക്കെ അടുത്ത സർഗത്തിൽ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീഷാ, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. ശ്രീരാമചന്ദ്രാശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.